ഈ സംഭരണ വില നിശ്ചയിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. MSP സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞ പോലെ മോഡി തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പോലെ MSP നിശ്ചയിക്കുന്ന പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ MSP നിശ്ചയിക്കേണ്ട ബാധ്യത അവർക്കാണ്. MSP നിശ്ചയത്തിൽ A2+FL ഉൽപ്പാദന ചെലവും ഭൂമിയുടെ വാടകയും മറ്റേ മുതൽ മുടക്കിൻ്റെ പലിശയും കൂടി ചേർത്ത് ഇത് മൂന്നും കൂടി C2ൻ്റെ 1.5 മടങ്ങ് വരണം. ഇപ്പോൾ 21 രൂപ 50 പൈസയാണ് വരുന്നത്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അത് ഏകദേശം 40 രൂപ ആക്കണം. സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഫോർമുല പറയാം. അതൊന്ന് പിന്നോക്ക് പോയിരിക്കുകയാണ് അവർ. അതാണ് ഏറ്റവും വലിയ ദ്രോഹം. കേന്ദ്ര ഗവൺമെൻറ്റാണ് തറവില നിശ്ചയിക്കേണ്ടത്. ഇവിടെ എക്സ്ട്രാ ബോണസായിട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും കൊടുക്കാത്തതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇല്ല, ബഡ്ജറ്റ് സഹായിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, കേന്ദ്രം താങ്ങുവില കൂട്ടണം. സപ്പോർട്ട് പ്രൈസ് കൂട്ടിയാലേ ഇത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിൽക്കില്ല. ഇപ്പോൾ ഒരു കാരണം ഞാൻ പറഞ്ഞ കാരണം അതുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെൻറ് കൂട്ടുന്നതിനെ കുറിച്ച് എന്താ പറയാത്തത് നിങ്ങൾ? കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ദ്രോഹം എന്താ? ഫെർട്ടിലൈസറിൻ്റെ വില കൂട്ടി, അതായത് സബ്സിഡി കുറച്ചു. ഫെർട്ടിലൈസറിൻ്റെ സബ്സിഡിക്ക് ഏകദേശം 16,500-217 രൂപ കുറച്ചു. ഫോസ്ഫേറ്റ് വളങ്ങൾക്ക് പൊട്ടാഷ്യനും കൂടി 1,19,000 കോടി കുറച്ചു. അപ്പോൾ 27% കുറച്ചു. അതല്ലേ ഇത് ബാധ്യത. അപ്പോൾ വളത്തിൻ്റെ വിലയൊക്കെ ഇറക്കിയാൽ നമുക്ക് കൂട്ടുക വേണ്ടല്ലോ. കൃഷിച്ചെലവ് കൂട്ടുന്നതിന് ആരാ കൂട്ടിയത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ. അപ്പോൾ വളത്തിൻ്റെ വില ഇനിയും കയറില്ലേ? ഈ സംസ്ഥാന വിഹിതം എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വിഹിതത്തിൻ്റെ പരിധിയിൽ നിന്നിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ അനുസരിച്ച് ഒരു ഭരണകൂടമാണ്. അതിൻ്റെ നിന്നിട്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എങ്ങനെയാണ് ചെയ്യുക? പക്ഷേ കർഷകർ കുറച്ചതല്ല, അത് അഡീഷണലായിട്ട് കൊടുത്തതാണ്. ഒരു സംസ്ഥാനം എത്ര കൊടുക്കാൻ സാധിക്കും? 15,000 രൂപ വെച്ചിട്ട് ഒരു ഏക്കറിന് കൊടുക്കുന്നില്ലേ സബ്സിഡി? അതല്ലേ കൊടുക്കാൻ പറ്റും. ഇവിടെ താങ്ങണ്ടേ, മറ്റുള്ളവർക്കൊക്കെ എത്തിക്കണ്ടേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയം കൊണ്ടാണല്ലോ ഇത് കൂടുന്നത്. നിലവിൽ സംസ്ഥാന വിഹിതമൊക്കെ കൂട്ടും നൽകുന്നതിൽ സംസ്ഥാനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതായത് സംസ്ഥാനത്തിന് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ കടമെടുത്തിട്ടാണ് 2,663 കോടി രൂപയുടെ സ്കീമിൽ അതിൽ അവരെ സഹായിക്കാവുന്ന എല്ലാ പരിപാടിയും അതിൽ വരുന്നുണ്ട്. 2,663 കോടി രൂപ ഉൽപ്പാദനത്തിന് ഈ ചെലവ്, കൃഷിക്കാരുടെ ചെലവ് കമ്മിയാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം നൽകിയ കണക്കിനനുസരിച്ചുള്ള തുകയെല്ലാം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി തന്നെ പാലക്കാട്. അല്ല, ഇത് കൃഷിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മറ്റു കാര്യങ്ങളിലാണ്. അല്ല, ഈ കൃഷിയുടെ കണക്കുകൾ കൃഷിയുടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഇത്രയും കമ്മിയാക്കിയിട്ടുണ്ടല്ലോ കേന്ദ്ര കൃഷിമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, സബ്സിഡി ഫെർട്ടിലൈസർ സബ്സിഡി കൊടുത്ത് 87,339 രൂപ കമ്മിയാക്കി, 34.75%. ഭക്ഷ്യ സബ്സിഡി 24.76% കുറച്ച്. തൊഴിലുറപ്പ് പദ്ധതി 5.3% കുറച്ചു. എന്താ അതൊന്നും ചർച്ചയാകുന്നില്ല? നിങ്ങളെന്താ അത് ചോദിക്കുന്നില്ല? ഇതൊക്കെ ആരും ബാധിക്കും? ഗ്രാമീണ മേഖലയെ മുഴുവൻ ബാധിക്കില്ലേ? എങ്ങനെ സാധാരണക്കാർ ജീവിക്കും? ഇതാണ് അതിൻ്റെ സ്ഥിതി. ഈ സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല എന്നുള്ള രീതിയിൽ. സംഭരണവുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇതല്ലേ കൊടുക്കാൻ പറ്റും. സർക്കാരിന് കൊടുക്കുന്ന അതിന് മറ്റ് സബ്സിഡികൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. സംഭരണത്തിൽ നമ്മൾ കൂട്ടിയില്ലെങ്കിലും മറ്റ് ഇപ്പോൾ ഈ കടമെടുത്തിട്ട് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. വളത്തിൻ്റെ വില കമ്മിയാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വിള പരിപാലനത്തിന് വേറെ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഓരോ കൃഷിക്കാരന് ഈ സബ്സിഡി കൂട്ടുന്നതിനേക്കാളും സംഖ്യ അവരുടെ കയ്യിൽ കിട്ടും. അതിൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ. അതിനേക്കാളും കൂടുതൽ സംഖ്യ. ജില്ലയിലെ ഈ ബാങ്കുകൾ ഇതുണ്ടല്ലോ, മില്ലുകൾ, ആ മില്ലുകൾക്ക് ഉൾപ്പെടെ കൃത്യമായി ഒരു വിഹിതം ഒന്നും നൽകിയിട്ടില്ല. ഇല്ലില്ല, അതെല്ലാം ഇപ്പോൾ യാതൊരു കുറവുമില്ലാണ്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊടുത്ത പൈസ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനമാണ്.